നമസ്കാരം. ചെറയിൽ അഗ്രോ ഗാർഡൻ 1/4/2022 മുതലാണ് സർക്കാർ രജിസ്ട്രേഷൻ കിട്ടി പ്രവർത്തനം ആരംഭിച്ചത്. നമ്മൾ പല തൈകളെ സംബന്ധിച്ചും പഠിക്കുകയും മനസ്സിലാക്കുകയും വിതരണം ചെയ്യുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. മാവ്, പ്ലാവ്, റംബുട്ടാൻ, ബട്ടർ, ചിക്കു തുടങ്ങിയ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന ഉൽപ്പാദന കേന്ദ്രമാണ് ഈ ചെറയിൽ അഗ്രോ ഗാർഡൻ. അതിൽ അവക്കാഡോ ബട്ടർ എന്ന് പറയുന്ന ഒരു തൈ അതാണിത്. ഇത് പൊതുവേ നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ ഈ ചൂട് പ്രദേശങ്ങളിൽ കായ്ക്കൽ കുറവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചപ്പോൾ അത് ചൂട് പ്രദേശങ്ങളിൽ കായ്ക്കുന്ന ട്രോപ്പിക്കൽ ബട്ടർ വേണം, എന്നാലേ കായ്ക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ബട്ടർ കായ്ച്ച അന്വേഷിച്ചത്. അങ്ങനെ കൊണ്ടോട്ടി സബ് ട്രഷറിയിൽ ഒരു അവക്കാഡോ മരം കായ്ച്ചുണ്ടായി എന്ന് ഒരു സംഭവത്തോടു കൂടി നമ്മൾ സഹകരണം എടുത്തു. അതേപോലെ തയ്യൽ പള്ളിയിൽ കായ്ച്ച ഒരു സാധനം കണ്ടു, മറ്റൊരു വീടുകളിൽ കണ്ട്. അങ്ങനെ നമ്മൾ അന്വേഷണം നടത്തിയപ്പം ട്രോപ്പിക്കൽ ബട്ടർ കൊല്ലത്തിൽ ചിലപ്പോൾ 2 പ്രാവശ്യം കായ്ക്കുന്നത്, എല്ലാ വർഷവും കായ്ക്കുന്നത്, കിലോ ബട്ടർ, തൂക്കൽ, അങ്ങനെ പലതരം ബട്ടറുകൾ ഒരു 100ഓളം മരം മലപ്പുറം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ കണ്ടെത്തി. അങ്ങനെ നമ്മൾ അതിന് തൈ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നൊരു ശില്പശാല വെച്ചിട്ടുള്ളത്. ആ ശില്പശാല അമ്പലവയലിൽ, നമ്മൾ കാർഷിക ഗവേഷണത്തിൽ അമ്പലവയലിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള നജീബ് സാറ് ഇതിൽ PhD റീസർച്ച് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിനുള്ള ക്ലാസ്സാണ് നടക്കുന്നത്. നമ്മളൊരു 100 ഗ്രാം ബട്ടർ ഫ്രൂട്ട് എടുക്കുകയാണ്. അതിൽ എത്ര ശതമാനം ഓയിൽ ഉണ്ടാവും അറിയാം? ഏകദേശം ഒരു കണക്ക് പകുതി ഉണ്ടാവും. ഒരു കണക്ക് പറയുന്നത് 10നും 20നും ഇടയ്ക്ക് ശതമാനം വെണ്ണയാണ് ബട്ടർ ഫ്രൂട്ട് അവക്കാഡോയിൽ വരുന്നത്. അപ്പൊ ഇതിൽ വളരെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. 8%-ലും 5%-ലും താഴെയുള്ള ബട്ടർ ഫ്രൂട്ടിന്റെ ഇനങ്ങളുണ്ട്. നേരെ മറിച്ച് 20-25% മുകളിൽ ബട്ടർ, വെണ്ണ, ഫാറ്റിന്റെ കണ്ടന്റുള്ള അവക്കാഡോ ഇനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പേര് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട്, അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാർ വിളിക്കുന്ന പേര് ബട്ടർ. അപ്പൊ അതുകൊണ്ടാണ് പേര് വന്നത്. ഇത് കേരളത്തിൽ ആദ്യമായിട്ട് എവിടെയാണ് കൃഷി ചെയ്തതെന്ന് അറിയോ? ആരാണ് കൊണ്ടുവന്നിട്ടുണ്ടാവുക കേരളത്തില്? ഞാൻ അമ്പലവയലിൽ നിന്ന് ആയതുകൊണ്ട് അമ്പലവയലിൽ വേണമെന്നില്ല. ഓക്കെ. അതായത് ബ്രിട്ടീഷുകാരുടെ കൂടെ ഒരുപാട് ആൾക്കാർ മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ, നമ്മുടെയൊക്കെ കാരണവന്മാര് ലോക മഹായുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായി പട്ടാളക്കാരായിട്ട്. അപ്പൊ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാവർക്കും ഒരു 10 ഏക്കർ സ്ഥലവും, അവർക്ക് കൃഷി ചെയ്യാനുള്ള ഭൂമി, വീടുണ്ടാക്കാനുള്ള സ്ഥലം, അതുപോലെ അവർക്ക് കൃഷി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതെല്ലാം ബ്രിട്ടീഷുകാർ അമ്പലവയലിൽ തുടങ്ങി. അപ്പൊ അതിന്റെ കൂട്ടത്തില് അവിടെ കുറെ പുതിയ ചെടികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പെട്ട ഒരു സംഭവമാണ് അവക്കാഡോ. അപ്പൊ അവക്കാഡോ സ്റ്റാർട്ട് ചെയ്തത്, അവക്കാഡോയുടെ കൃഷി കേരളത്തിൽ തുടങ്ങിയത് വയനാട് അമ്പലവയലിലാണ്. അപ്പൊ അവിടുന്നാണ് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തേക്കും ഇത് വ്യാപിച്ചത്. അന്ന് ഒരു ബ്രിട്ടീഷുകാർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 1944-46 തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രാധാന്യം ആളുകൾക്ക് അറിയില്ലായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇത്രയും മരങ്ങളുണ്ട്, ഒരുപാട് കായകൾ ഉണ്ടാക്കിയിട്ട് പൊഴിഞ്ഞു പോകുന്നുണ്ട്, അതിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ആൾക്കാർക്ക് അത്രയും കാലമായിട്ട് അറിയില്ലായിരുന്നു. 1990 വരെയെങ്കിലും ആരും അത് ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടായില്ല. അതിന് അമ്പലവരാര് അല്ലെങ്കിൽ വയനാട്ടുകാർ വിളിച്ചുകൊണ്ടിരുന്നത് പട്ടിപ്പഴം എന്നാണ്. അതായത് ഈ മരത്തിൽ നിന്ന് കായ പഴുത്ത് താഴെ വീണിട്ട് ആരും ഉപയോഗിക്കുന്നില്ല, ആരും എടുത്തുകൊണ്ടോന്നില്ല. ആ സമയത്ത് പട്ടികളൊക്കെ ഈ സംഭവം കഴിക്കും. താഴെ വീണ് കിടക്കുന്ന അവക്കാഡോ ബട്ടർ പഴങ്ങൾ പട്ടികൾ കഴിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സീസൺ ആകുമ്പോൾ പട്ടികളുടെയൊക്കെ തടി വല്ലാണ്ട് കൂടി വരും. അപ്പൊ അങ്ങനെയാണ് ഇതിനെ പട്ടിപ്പഴം എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അപ്പൊ അത് നോക്കണേ, ഇത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഗുഡ്നസ് നമുക്ക് മനുഷ്യന്മാർക്ക് കിട്ടിയില്ല, വയനാട്ടുകാർക്ക് കിട്ടിയില്ല. പക്ഷെ പട്ടികൾ ഇതെല്ലാം കഴിച്ചിട്ട് അവരുടെ തടിയെല്ലാം കൂടിയോ. അങ്ങനെ പട്ടിപ്പഴം എന്നുള്ള പേരിലാണ് വയനാട്ടുകാർ ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പുറത്ത് ഗൾഫിലും അതുപോലെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് അവിടുത്തെ ഭക്ഷണത്തിന് ഒരുപാട് അവക്കാഡോ കിട്ടാറുണ്ടായിരുന്നു.
അപ്പൊ അവരാണ് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് വയനാട്ടിലും ഇവിടെയൊക്കെ പോയിട്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇതിന് ഇമ്പോർട്ടന്റ് സംഭവമാണ്, ഇതിന് കുറച്ച് വില കൂടുതൽ കിട്ടേണ്ട സംഭവമാണെന്ന് മനസ്സിലാക്കിയിട്ട് കൃഷി കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പൊ അതാണ് എൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്.